എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കണ്ണൂർ കൊല്ലം ജില്ലയുടെ LDC എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ എക്സാമിനെ അപേക്ഷിച്ച് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ മാത്സുകളാണ് വന്നത്. എന്നാൽ വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല. പിന്നെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാ അരിത്തമെറ്റിക് സെക്ഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ 10 ചോദ്യങ്ങളിൽ 5 ചോദ്യം വന്നത് ജോമെട്രി എന്ന ഭാഗത്ത് നിന്നാണ്. ഈ ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ. ഇറ്റ്സ് മീ ശരത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാത്സ് വാല്യൂ ലേണിംഗ് ടിപ്സ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? അപ്പൊ നമുക്ക് എന്താണ് ബഹുഭുജം? 2ൽ കൂടുതൽ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെയാണ് ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. പോളിഗൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഉദാഹരണത്തിന് ത്രികോണം, ഏറ്റവും കുറവ് വശങ്ങളുള്ള ബഹുഭുജമാണ് ത്രികോണം. പിന്നെ 4 വശങ്ങളുള്ള ചതുർഭുജങ്ങൾ എന്ന് നമ്മൾ പറയും. അതിലാണ് നമ്മുടെ ചതുരം, സമചതുരം, സാമാന്തരികം എന്നതൊക്കെ വരുന്നത്. 5 വശങ്ങളുള്ള പഞ്ചഭുജം. ഇങ്ങനെ 2ൽ കൂടുതൽ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ബഹുഭുജങ്ങളുടെ ബാഹ്യകോണുകളുടെ തുക അല്ലെ, പുറംകോണുകളുടെ തുക. പുറംകോണുകളുടെ തുകയുണ്ട്. അതേപോലെ ബഹുഭുജങ്ങളുടെ അകക്കോണുകളുടെ തുക. അകക്കോണുകളുടെ തുക. അകക്കോണുകളുടെ തുക. അകക്കോണുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുഭുജത്തിന്റെ ഉള്ളിലുള്ള, ഇവിടെ നോക്കിക്കേ, ഉള്ളിലുള്ള ഇതുപോലെയുള്ള കോണുകൾ. ചതുരത്തിന് 4 അകക്കോണുകളുണ്ട്. ഇതിന്റെ തുകയാണ് അകക്കോണുകളുടെ തുക. ബാഹ്യകോണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ പുറത്തുള്ള ഈ കോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാഹ്യകോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഏതൊരു ബഹുഭുജമാണെങ്കിലും പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രിയാണ്. അതിലൊരു മാറ്റവുമില്ല. എപ്പോഴും 360 ഡിഗ്രിയാണ്. അകക്കോണുകളുടെ തുകയിൽ മാറ്റമുണ്ട്. അത് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് n-2 into 180 ഡിഗ്രി എന്ന ഇക്വേഷൻ. n-2 into 180 ഡിഗ്രി. n എന്ന് പറഞ്ഞാൽ ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണമാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മളോട് പറഞ്ഞത് ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക, അതായത് എത്രയാണ്? 360 ഡിഗ്രി നമുക്കറിയാം. അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശമുണ്ട്? സോ പുറംകോണുകളുടെ തുക 360 ഡിഗ്രി, അത് അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ നമ്മുടെ അകക്കോണുകളുടെ തുക 360ന്റെ പകുതി എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അകക്കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ പഠിച്ചവർക്കൊക്കെ അറിയാം, ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുകയാണ് 180 ഡിഗ്രി എന്ന്. അപ്പം തന്നെ നമ്മുടെ ആൻസർ എത്രയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. 3 ആണെന്ന് ഉറപ്പിക്കാം. ഇനി ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം n-2 into 180 ഡിഗ്രി, ഇതാണ് അകക്കോണുകളുടെ തുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം 180 ഡിഗ്രിയാണ്. അതിൽ n-2 എന്ന് പറഞ്ഞ 180 ഡിവൈഡഡ് ബൈ 180, ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആകും. എങ്കിൽ n-2 എന്ന് പറയുന്നത് 1ഉം n എന്ന് പറയുന്നത് -2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +2 3 എന്ന് കിട്ടും. അപ്പൊ ഓർത്ത് വെക്കുക, ബഹുഭുജങ്ങളുടെ ബാഹ്യകോണുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ആന്തരകോണുകളുടെ തുക n-2 into 180 ഡിഗ്രി ആയിരിക്കും. ബാഹ്യകോണുകളുടെ തുകയുടെ പകുതിയാണ് ആന്തരകോണുകളുടെ തുക എന്ന് തന്നതുകൊണ്ട് ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രി. സോ അത് ത്രികോണത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഉത്തരം 3 ആണ്. നമ്മുടെ അടുത്ത ചോദ്യവും ജോമെട്രിയിൽ നിന്ന് തന്നെയാണ്. 12 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക. 12 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ
അകക്കോണുകളുടെ തുക. നമ്മളിപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ അകക്കോണുകളുടെ തുക കാണുന്ന ഇക്വേഷൻ n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 12 വശങ്ങളുള്ള ബഹുഭുജം എന്നിന് 12 കൊടുക്കുന്നു. 12 - 2 ഇൻറ്റു 180 ഡിഗ്രി എത്രയാണ്? 10 ഇൻറ്റു 180 ഡിഗ്രി, അതായത് 1800 ഡിഗ്രി. നമ്മുടെ ഉത്തരം 1800 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്തത് സമാന്തര ശ്രേണിയിൽ നിന്നുള്ള ചോദ്യമാണ്. 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? അത്യാവശ്യം മത്സര പരീക്ഷകളിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം 50ന്റെ വർഗമാണ് 2500 അല്ലെ. 2500ന്റെ വർഗമൂലം എടുക്കാൻ 25ന്റെ വർഗമൂലം 5 ആണ്. ഇവിടെ 2 പൂജ്യമാണ്, വർഗമൂലത്തിൽ 1 പൂജ്യം. നമുക്ക് എന്ത് പറയാം? 50. എങ്കിൽ എത്രാമത്തെ പദമാണ് 50 എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ശ്രേണി ഒന്ന് നോക്കാം. 2, 5, 8 എക്സെട്ര അങ്ങനെ അവസാന പദം നമ്മൾ 50 ആയിട്ട് പരിഗണിക്കുന്നു. എങ്കിൽ 50 എത്രാമത്തെ പദമാണെന്ന് കാണാൻ അവിടെ മൊത്തം എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആണ്. വളരെ എളുപ്പത്തിൽ അവസാന പദം നമുക്ക് 50 ആയിട്ട് നമ്മൾ എടുത്തു. ആദ്യ പദം 2 ആണ്. പൊതുവ്യത്യാസം നോക്കിക്കേ, 2നോട് 3 കൂട്ടുമ്പോഴാണ് 5, 5നോട് 3 കൂട്ടുമ്പോഴാണ് 8. അപ്പൊ പൊതുവ്യത്യാസം 3 പ്ലസ് 1. 50ൽ നിന്ന് 2 പോയാ 48 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 ആണ്. 48ൽ 3 16 തവണ 16 പ്ലസ് 1 നമ്മുടെ ഉത്തരം എത്രയാണ്? 17. അപ്പൊ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. 2500ന്റെ വർഗമൂലമാണ് 50. അത് നമ്മൾക്കറിയാം. 2500ന്റെ വർഗമൂലമാണ് 50. 50 അവസാന പദമായിട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് പദങ്ങളുടെ എണ്ണം കാണുന്നു. പദങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അങ്ങനെ നമ്മുടെ ഉത്തരം എത്ര കിട്ടുന്നു? 17 കിട്ടുന്നു. അടുത്ത ചോദ്യം കൂട്ടുപലിശയിൽ നിന്നുള്ള ചോദ്യമാണ്. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? എങ്ങനെയാണ്? 8% പലിശ നിരക്ക്. കൂട്ടുപലിശ വാർഷിക കൂട്ടുപലിശയാണ്. നിക്ഷേപിച്ചത് 25,000 രൂപയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? സോ നമ്മളിത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഉപയോഗിച്ച് വേണേ നമുക്ക് ചെയ്യാം അല്ലെ. P × 1 + R/100 ഓൾ റേസ് ടു n ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഒരുപാട് മെത്തേഡുകൾ കൂട്ടുപലിശ കാണാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ നമുക്കിവിടെ ഇങ്ങനെ ചെയ്യാം. ആദ്യത്തെ വർഷം 25,000ന്റെ 8% കാണുക അല്ലെ. 25,000 ഇൻറ്റു 8/100. 2 പൂജ്യവും 2 പൂജ്യവും കട്ട് ചെയ്ത് കളഞ്ഞു. 250 ഇൻറ്റു 8. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. 250 ഇൻറ്റു 4 1000 ആണ്. അപ്പൊ 250 ഇൻറ്റു 8 2000 ആണ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പലിശ 2000 ആണ്. ഇനി രണ്ടാമത്തെ വർഷം എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ 2000 ഇറക്കി എഴുതിയിട്ട് 2000ന്റെ 8% ഒന്നും കൂടി കണ്ടുപിടിക്കും. 2000 ഇറക്കി എഴുതിയതിന്റെ 8%. 8/100. 2 പൂജ്യവും 2 പൂജ്യവും പോയി. 2 8 ഗുണിക്കുമ്പോൾ 16. അപ്പൊ 20 8 ഗുണിക്കുമ്പോൾ 160. അത് നമ്മൾ ഇവിടെ വലതുവശത്ത് എഴുതുക. ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ ചെയ്തത് 25,000ന്റെ 8% കണ്ടു. ആ 8% 2000 എന്നുള്ളത് ഇറക്കി എഴുതി. അതിന്റെ 8% ഒന്നും കൂടി കണ്ടു. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കൂട്ടുപലിശ കിട്ടുന്നു. നോക്കിക്കേ, 2000-ഉം 2000-ഉം 4000, 4000-ഉം 160, 4160. സോ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 4160. നമ്മുടെ ഉത്തരം എത്രയാണ്?
ഓപ്ഷൻ ഡി ആണ്. അടുത്തത് നമുക്കൊരു ഭിന്നസംഖ്യ ചോദ്യമാണ് അല്ലെ. 2 1/2 മൈനസ് 1 1/2. നമുക്ക് ആദ്യം ഈ ചോദ്യത്തിലെ ഈ 2 1/2 എന്ത് ചെയ്യാം? വിഷമ ഭിന്നമാക്കി എഴുതാം. എങ്ങനെയാണ്? 2 ഗുണം 2 4, 4 1 കൂട്ടുമ്പോ 5. അപ്പൊ നമുക്ക് അവിടെ 5/2 എന്ന് എഴുതാം. മൈനസ് ഇവിടെ നോക്കിയേ, 1 × 2 2, 2 1 3, 3/2 എന്ന് എഴുതാം. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇത് സ്ക്വയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സർവ്വസമവാക്യത്തിൽ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. അതായത് ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. a² മൈനസ് b² രീതിയിലാണ് നമ്മളെ ചോദ്യം ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? a + b × a - b. ഒരു ലോജിക്ക് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നേരെ ക്രിയേറ്റ് ചെയ്തും ചെയ്യാം. നമുക്ക് രണ്ട് രീതിയും ചെയ്തു നോക്കാം. അപ്പൊ നോക്കിക്കേ, ഞാനിവിടെ a എന്നുള്ളത് 5/2 b എന്നുള്ളത് 3/2 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5/2 + 3/2 ഇൻറ്റു 5/2 മൈനസ് 3/2. ഛേദം സെയിം ആയ ഭിന്നസംഖ്യകൾ കൂട്ടാൻ അംശങ്ങൾ മാത്രം കൂട്ടുക ആദ്യം. അപ്പൊ 5ഉം 3ഉം കൂട്ടുമ്പോൾ 8 ഡിവൈഡഡ് ആ ഛേദം 2 എഴുതുക ഇൻറ്റു ഛേദം സെയിം ആയ ഭിന്നസംഖ്യകൾ കുറയ്ക്കാൻ അംശങ്ങൾ മാത്രം കുറയ്ക്കുക. 5ൽ നിന്ന് 3 പോയാൽ 2, 2 ഛേദം 2 തന്നെ എഴുതുക. 2ഉം 2ഉം ക്യാൻസൽ, 8/2. നമ്മുടെ ഉത്തരം നമുക്ക് എന്ത് എഴുതാം? 4. ഇങ്ങനെ സോൾവ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇവിടേക്ക് തന്നെ വരാം. നമുക്കിവിടെ 5ന്റെ സ്ക്വയർ 25 എന്നും 2ന്റെ സ്ക്വയർ 4 എന്നും എഴുതാം. മൈനസ് 3ന്റെ സ്ക്വയർ 9 എന്നും 2ന്റെ സ്ക്വയർ 4 എന്നും എഴുതാം. ഇവിടെയും ഛേദം സെയിം ആയതുകൊണ്ട് 25ൽ നിന്ന് 9 കുറയ്ക്കാം. 25ൽ നിന്ന് 9 പോയാൽ നമുക്ക് 16 എന്ന് കിട്ടുന്നു. 16/4. അപ്പോഴും ഉത്തരം 4 എന്ന് കിട്ടുന്നു. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം കുറച്ച് വ്യത്യസ്തമായ ചോദ്യമാണ് അല്ലെ. എന്താണ്? 1 × 2, അടുത്തത് 2 × 3, 3 × 4, 4 × 5, 5 × 6. അങ്ങനെ ആ ശ്രേണിയിലെ 10 പദങ്ങളുടെ തുക കാണും. സോ 10 പദങ്ങൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതി കൂട്ടുന്ന രീതിക്ക് ചെയ്യാം. എങ്ങനെയാണ്? 1 × 2. ആദ്യത്തത് എന്താണ്? 1 × 2, അത് 2 ആണ്. അടുത്തത് 2 × 3, 6 ആണ്. 3 × 4 എന്താണ്? 12 ആണ്. അങ്ങനെ നമുക്ക് അടുത്തത് എഴുതി ചെയ്യാം. ഇനി ശ്രേണി കുറച്ച് വലുതായാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാൻ അല്ലെ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഈ ഒരു പാറ്റേൺ വന്നാൽ n × n + 1 × n + 2 ഡിവൈഡഡ് ബൈ എന്താണ്? 3. ഓർത്ത് വെക്കുക, n × n + 1 × n + 2 ഡിവൈഡഡ് ബൈ 3 ആണ്. n എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങൾ ഉപയോഗിച്ചു എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ n എത്രയാണ്? 10 ആണ്. എങ്കിൽ നമുക്ക് 10 × 10 1 കൂട്ടുമ്പോൾ 11 × 10 2 കൂട്ടുമ്പോൾ 12 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് എഴുതാം? 3. 12/3 4 എന്നും 4 × 11 44, 10 ഗുണിക്കുമ്പോൾ നമ്മുടെ ഉത്തരം 440. ഓപ്ഷൻ സി ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, മാനുവലി എഴുതി കൂട്ടി ചെയ്യാം. 10 ശ്രേണികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് ഒരുപാട് പേരുണ്ട്, പരീക്ഷയ്ക്ക് പറഞ്ഞിരുന്നു. അത് കുറച്ചും കൂടി വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് വീണ്ടും ജോമെട്രിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ. കോണുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആന്തര കോണുകളാണ്, അകക്കോണുകളാണ്. ഓർത്ത് വെക്കണം, ബാഹ്യകോണുകളല്ല, അകക്കോണുകളാണ് കോണുകൾ എന്ന് പറയുമ്പോൾ. കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോണെത്തും. 1:2:3:4 ആയാൽ വലിയ കോണെത്തും. അപ്പോൾ നമുക്ക് ആന്തര കോണുകളാണ് അല്ലെ. ഒരു ചതുർഭുജത്തിന്റെ ആന്തര കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി. ബാഹ്യകോണുകളുടെ തുകയും ആന്തര കോണുകളുടെ തുകയും ചതുർഭുജത്തിന് എപ്പോഴും എന്താണ്? 360 ഡിഗ്രി. അത് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ആന്തര കോണുകളുടെ തുക കാണാൻ നമ്മൾ ചെയ്യുന്നത് n - 2 ×
180 ഡിഗ്രി. n ചതുർഭുജത്തിന് 4 വശമാണ്. 4 - 2 ഇൻറ്റു 180 ഡിഗ്രി. 4 2 പോയാൽ 2, 2 ഇൻറ്റു 180 360 ഡിഗ്രി. അപ്പൊ ഓർത്തു വെക്കുക, ചതുർഭുജങ്ങളുടെ ആന്തരകോണുകളുടെ തുകയും 360 ഡിഗ്രിയാണ്. അതിൽ വലിയ കോൺ ചോദിച്ചാൽ നോക്കിക്കേ, ടോട്ടൽ ആന്തര കോണുകൾ കൂട്ടിയ 360 ഡിഗ്രിയാണ്. അതിൽ വലുത് ചോദിച്ചാൽ ഇവിടെ 1 2 3 3 3 6 6 4 10 മൊത്തം 10 ഭാഗങ്ങളുണ്ട്. അതിൽ വലിയ കോൺ ഏതാണ്? ഈ 4 ഭാഗമുള്ളതാണ്. സോ 10ൽ 4 ഭാഗം 0 0 വെട്ടി 36 ഇൻറ്റു 4 അല്ലെ, നമുക്ക് 144 ആണ്. അല്ലെങ്കിൽ ഗുണിച്ചു നോക്കണേ, ഗുണിച്ചു നോക്കാം. 6 4 24 2 3 4 12 2 14. നമ്മുടെ ഉത്തരം 144 ഡിഗ്രി. ഇനി ഇവിടെ ചെറിയ കോണാണ് ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? 360 ഡിഗ്രിയുടെ ചെറുത് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയും കാണാം. 360 ഡിഗ്രി മൊത്തം തുക, അതിൽ 10ൽ 1 ഭാഗം, അതായത് 36 ഡിഗ്രിയാണ്. സോ ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം. എന്താണ്? വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്രയാണ്? നമുക്ക് ഈ ചോദ്യം ഓപ്ഷൻ ബേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അല്ലാതെയും ചെയ്യാൻ പറ്റും. സോ ആദ്യം ഓപ്ഷൻ ബേസ് ചെയ്യാം. നമ്മളോട് പറഞ്ഞത് സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ എ 60. 60നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 61. നമുക്കൊരു പൂർണ്ണ വർഗമൂലം കിട്ടുന്നില്ല. അപ്പൊ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ഓപ്ഷൻ എടുക്കാം. എന്താണ്? 70. 70നോട് 1 കൂട്ടി 71. ഒരു പൂർണ്ണ വർഗമൂലം കിട്ടുന്നില്ല. നമുക്ക് അടുത്ത ഓപ്ഷൻ എടുക്കാം. 80. 80നോട് 1 കൂട്ടിയ 81. എല്ലാവർക്കും അറിയാം 81 ഒരു പൂർണ്ണവർഗമാണ്. 81ന്റെ വർഗമൂലവും നമുക്കറിയാം അല്ലെ. 81ന്റെ വർഗമൂലം എത്രയാണ്? 9 ആണ് അല്ലെ. 9ന്റെ വർഗമൂലം എത്രയാണ്? 3 ആണ്. ഇപ്പൊ വർഗമൂലത്തിന്റെ വർഗമൂലം 81ന്റെ വർഗമൂലം 9, 9ന്റെ വർഗമൂലം 3. വർഗമൂലത്തിന്റെ വർഗമൂലം നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഉത്തരം എത്രയാണ്? 80 ആണ്. ആ സംഖ്യ 80 ആണ്. ഇനി ഇത് ഓപ്ഷൻ ഇല്ലാതെ ചെയ്യാൻ നോക്കുകയെ, നമുക്ക് സംഖ്യ എക്സ് എന്നങ്ങ് കൊടുക്കാം. അതിനോട് 1 കൂട്ടി, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? അതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം, അത് 3 ആണ് തന്നിട്ടുണ്ട്. ഈ സ്ക്വയർ റൂട്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. സ്ക്വയർ റൂട്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ക്വയർ ആയിട്ട് മാറും. ഓർത്ത് വെക്കുക, സ്ക്വയർ റൂട്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ക്വയർ ആയിട്ട് മാറും. ഒരു ഉദാഹരണത്തിന് റൂട്ട് എ ഇസ് ഈക്വൽ ടു സെഡ് എന്ന് തന്നാൽ എ എന്ന് പറയുന്നത് നമുക്ക് സെഡ് സ്ക്വയർ എന്ന് എഴുതാം. എങ്കിൽ ആദ്യത്തെ ഈ ഫസ്റ്റ് വലിയ റൂട്ട് ഞാൻ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. അത് നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. ഇനി റൂട്ട് എക്സ് പ്ലസ് 1 നമുക്ക് 9 ആണ്. അടുത്തത് എന്താണ്? ഈ റൂട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ റൂട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയും സ്ക്വയർ ആയി. എങ്കിൽ നമുക്ക് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 9 സ്ക്വയർ, അതായത് എത്രയാണ്? 81. എങ്കിൽ എക്സ് പ്ലസ് 1 81 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 81 മൈനസ് 1. ഉത്തരം എത്രയാണ്? 80. അപ്പൊ കുറച്ചും കൂടി ഈസി ഈ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. നമ്മുടെ അടുത്ത ചോദ്യവും ജോമെട്രിയിൽ നിന്നാണ്. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും, വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? ഇതില് സത്യത്തില് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. എന്നാലും PSC ആൻസർ ആയിട്ട് നമുക്ക് തരാൻ പോകുന്ന ഉത്തരം ഈ 12 ആണ്. അത് കറക്റ്റ് ആൻസർ 12 അല്ല. അതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കുമോ എന്ന് ഉറപ്പൊന്നും പറയുന്നില്ല. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നമുക്കൊരു വൃത്തസ്തൂപിക എടുക്കാം അല്ലെ.
ഒരു വൃത്തസ്തൂപിക. നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്ത്? വൃത്തസ്തൂപിക. കറക്റ്റ് ലൈൻ ആയിരിക്കും. വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇതിൽ ആർ എന്ന് പറയുന്നത് ആരവും എച്ച് എന്ന് പറയുന്നത് ഉന്നതിയും. അപ്പൊ നമുക്ക് ഈ ആർ സ്ക്വയർ എച്ച് മാത്രം മതി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മളോട് പറഞ്ഞത് ആരം എന്തായി? 2 മടങ്ങ് വർദ്ധിച്ചു എന്നാ പറയുന്നത്. ആരം 2 മടങ്ങ് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തില് നിലവിലെ ആരം 6 ആണ്. 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2r ആണ്. അത് വർദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും 3r ആണ്. ഇനി ഉന്നതി h 3 മടങ്ങ് വർദ്ധിച്ചു അല്ലെ? 3 മടങ്ങ് എന്നാൽ 3h വർദ്ധിച്ചു, കൂടി. 3h കൂടുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? 4h. എങ്കിൽ നമുക്ക് ഈ ആർ സ്ക്വയർ എച്ച് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ വരുന്നത് ആർ സ്ക്വയർ, ആർ എന്നുള്ളത് 3r ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? പുതിയ വർദ്ധിപ്പിച്ചപ്പോ ആർ സ്ക്വയർ, ആർ എന്നുള്ളത് 3r ആയി. 3r സ്ക്വയർ എന്നാണ് വരിക. എച്ച് എന്നുള്ളത് 4h ആയി, ഇൻറ്റു 4h. അവിടെ 3ന്റെ സ്ക്വയർ 9r സ്ക്വയർ ഇൻറ്റു 4h. അതായത് നമുക്ക് കിട്ടുക 9ഉം 4ഉം ഗുണിക്കുമ്പം 36 ആർ സ്ക്വയർ എച്ച് എന്നാണ്. അപ്പൊ എത്ര മടങ്ങായി വർദ്ധിക്കുന്നു ചോദിച്ചാൽ ഇതിന്റെ ആൻസർ കറക്റ്റ് എന്താണ് വരേണ്ടത്? 36 എന്നാണ്. എത്ര മടങ്ങായി വർദ്ധിച്ചു? 36 ആണ്. ഇനി ഇതേ ചോദ്യം എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് 35 മടങ്ങ് വർദ്ധിച്ചു എന്നാണ്. അപ്പൊ നിലവിലുള്ളതിനോട് 35 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് നമ്മളപ്പം പറയേണ്ടത്. എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ 35 ആണ്. എത്ര മടങ്ങായിട്ട് വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ്? 36. ഇതാണ് ഇതിന്റെ കറക്റ്റ് സൊല്യൂഷൻ. പക്ഷെ നമ്മുടെ ആൻസർ കെയിൽ 36 ഇല്ല. അവരുദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതായത് ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി ഇവിടെ ചെയ്യാം. ഇനി അവരെന്താണ് ഉദ്ദേശിച്ചത്? ഉത്തരം എങ്ങനെ 12 എന്ന് പറയുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ത് തന്നെയാ? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇതില് ആരം എന്തായി? 2 മടങ്ങ് വർദ്ധിച്ചു എന്നാ പറഞ്ഞത്. അതിന് പകരം 2 മടങ്ങായി എന്ന് തരണമായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ 2r എന്ന് കൊടുക്കാം. ഉന്നതി h 3 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ എന്നാ പറഞ്ഞത്. 3 മടങ്ങായി എന്ന് തരണമായിരുന്നു. 3 മടങ്ങായി എന്ന് തരുവാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 3h എന്ന് കൊടുക്കാം അല്ലെ? എങ്കിൽ നോക്കിക്കേ, ആർ സ്ക്വയർ എച്ച്, ഈ ആർ സ്ക്വയർ എച്ച് നമ്മൾ മാറ്റുന്നത് ഇങ്ങനെയാണ്. ആറിന് പകരം 2r കൊടുക്കുന്നു. അപ്പൊ നമുക്ക് 2r സ്ക്വയർ എന്ന് എഴുതാം. എച്ചിന് പകരം നമ്മൾ 3h കൊടുക്കുന്നു. അപ്പൊ ഇൻറ്റു 3h കൊടുക്കാം. അപ്പോൾ നമുക്ക് 4r സ്ക്വയർ ഇൻറ്റു 3h, അതായത് 12r സ്ക്വയർ എച്ച് എന്ന് കിട്ടുന്നു. അപ്പൊ ഉത്തരം എന്ത് പറയാം? 12 എന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ചോദ്യം വന്നത് ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങുമായി വർദ്ധിപ്പിച്ചാൽ എന്നാണ്. വർദ്ധിപ്പിച്ചാൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. കണ്ടോ? ആരം 2 മടങ്ങ് വർദ്ധിപ്പിച്ചു. അപ്പൊ 6നോട് 2r കൂട്ടി 3r ആവണം. ഉയരം 3 മടങ്ങ് വർദ്ധിപ്പിച്ചു. എച്ചിനോട് 3h കൂട്ടി 4h എന്ന് എടുക്കണം. ഇത് നമ്മുടെ ഉത്തരം 12 കിട്ടുന്ന രീതി വരണ ചോദ്യം വരേണ്ടത് ഇങ്ങനെയാണ്. ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും ആയാൽ, വർദ്ധിപ്പിച്ചാൽ എന്നുള്ളതിന് വരെ ആയാൽ എന്നാണെങ്കിൽ ഉത്തരം 12 ആയിരിക്കും. സോ ഈ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചോളുക. 36 ഇല്ലാത്തത് കൊണ്ട് ഉത്തരം 12 തന്നെ തരാനാണ് സാധ്യത. അടുത്തത്, ഇതിനു മുന്നേയും പരീക്ഷകൾക്ക് വന്ന ഒരു SCRT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ചിത്രത്തിൽ ചാപം ഇങ്ങനെ വരച്ചാൽ അത് ചാപമാണ്. ചാപം ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ ACBയുടെ അളവ് എത്ര? അപ്പൊ നിങ്ങൾ നോക്കുക, ചാപം ACBയുടെ അളവ് എന്ന് പറയുന്നത്, ഈ ചാപം ACB ഇത് കണ്ടോ, ഇങ്ങനെ വന്ന് ഈ ചാപം ACBയുടെ കേന്ദ്ര കോൺ, അതാണ് അവരുദ്ദേശിച്ചത്. ഈ കേന്ദ്ര കോൺ എത്രയാണ്? 260 ഡിഗ്രി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ AOB, ഈ കോണ് കണ്ടോ എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. കാരണം അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 360 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് ഈ കേന്ദ്ര കോൺ എത്ര കിട്ടി? ഇവിടുത്തത് 100 ഡിഗ്രി കിട്ടി. ഒന്നുകൂടി പറയാം, ഈ ചാപം ACBയുടെ കേന്ദ്ര കോണാണ് 260 ഡിഗ്രി.
അപ്പൊ നമ്മുടെ കോൺ എ ഒ ബി എത്രയാണ്? 100 ഡിഗ്രി. ഇനി ഓർത്ത് വെക്കുക, നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പൊ ഈ 100 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ചാപം എ പി ബിയുടെ കേന്ദ്രകോണം അല്ലെ, ചാപം എ പി ബിയുടെ കേന്ദ്രകോണാണ്. അങ്ങനെയാണെങ്കിൽ ചാപം എ പി ബിയുടെ കേന്ദ്രകോൺ 100 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ മറുചാപത്തിൽ വരയ്ക്കുന്ന കോൺ, മറുചാപം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ റെഡ് കളറുള്ള എ സി ബി, അതിലുള്ള കോൺ എന്ന് പറയുന്നത് ആ 100 ഡിഗ്രിയുടെ പകുതിയായിരിക്കും. 100 ഡിഗ്രിയുടെ പകുതി, നമ്മുടെ ഉത്തരം എത്രയാണ്? 50 ഡിഗ്രി. ഉത്തരം എത്രയാണ്? 50 ഡിഗ്രി. ഒന്നുകൂടി ഓർക്കുക, ഇവിടെ ഞാൻ ഈ പച്ച കളറിൽ വരച്ചത് ചാപം എ പി ബി ആണ്. അതിന്റെ കേന്ദ്രകോണാണ് ഈ 100 ഡിഗ്രി. അതിന്റെ മറുചാപമാണ് എ സി ബി. ഈ എ സി ബി അതിൽ വരയ്ക്കുന്ന കോൺ എന്ന് പറയുന്നത് ഈ 100ന്റെ പകുതി എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മുടെ കണ്ണൂർ, കൊല്ലം ജില്ലയിലെ മാത്സ് ആൻഡ് മെന്റൽ വിഭാഗത്തിൽ വന്ന 10 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി അടുത്ത് തന്നെ ഇതുമായി അനുബന്ധപ്പെട്ട് കുറച്ചധികം ഇതേ മോഡൽ ചോദ്യങ്ങൾ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു.